ആ സുധി എന്താണ് ഇവിടെ കിടക്കുന്നത്? ആ നിങ്ങളെവിടെ നേരുന്നേ? ഞാൻ കളി കഴിഞ്ഞാ എനിക്ക് തിരക്കടില്ല. എന്താ ഇവിടെ കിടക്കുന്നത്? രാവിലെ പണിക്കിറങ്ങിയപ്പോൾ എന്താണ് 1-2 പ്രശ്നങ്ങൾ, പണിക്കാരൊക്കെ വേറെ ലീവായി. അപ്പം പിന്നെ ഞാൻ കുറച്ചേരം ഇങ്ങനെ കിടന്നു. ചിലപ്പോൾ ഇന്ന് ലീവല്ലേ, കുറച്ചേരം കാറ്റൊക്കെ വന്നിട്ട് എന്താ ഇവിടുത്തെ കാര്യം. ആകെ ഒരു ദിവസമല്ലേ ലീവുള്ളൂ. അതാണ് വീട്ടിൽ പോയിരുന്നു ഇവിടെ. ആ എനിക്ക് പറഞ്ഞ വീട്ടിലൊന്നും ഒരു മനുഷ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ കളിക്കാനും ഇതിനൊക്കെ നടക്കുന്നത്. അനക്ക് എൻ്റെ അമ്മ ഉണ്ട്. എന്ത് നല്ല അമ്മയാണ്. അവിടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അവിടെ അങ്ങനെ ചെന്നിരുന്ന് വർത്താനം പറഞ്ഞിട്ടല്ലോ മതിയാവൂല. അത്ര സ്നേഹമുള്ളൊരു അമ്മയാണ്. അവിടെ ഇങ്ങനെ ഞാൻ പറയാ ഭാര്യ അതേപോലെ തന്നെ അവിടെ വരുമ്പോൾ ചായ ഉണ്ടാക്കിയല്ലേ എന്ന് വെച്ചിട്ട് എന്ത് നല്ല സ്വഭാവം. ഞാനത്തെ ഭാര്യ കേട്ടാൽ പുണ്യം ചെയ്യണം, അതിന് കുടുംബം കിട്ടണം. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നേരം കളഞ്ഞു വീട്ടിൽ പോയിക്കോ. സംഗതി നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ അല്ലേ? ആ വീട്ടിൽ പോയിക്കോ. നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ അങ്ങ് നിൽക്കണേ? വീട്ടിൽ പോവാ, മഴയും വരുന്നുണ്ട് തോന്നുന്നു. വീട്ടിൽ പോയിക്കോ. അവിടെ എന്ത് രസം. ശരിയാ, എന്നാ ആയിക്കോട്ടെ. എന്നാ വീട്ടിൽ നിങ്ങൾ പോണില്ലേ? ഞാൻ പോവാണ്. ആ ബാഗേ ഞാൻ കളിക്കാൻ പോവാ. കളിക്കാൻ പോണം. പേരേക്ക് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഒഴിവുള്ളൂ. ഒന്ന് വന്ന് മുണ്ടി പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ അടുക്കളയിൽ നിന്നാ പോരെ? അത് ചെയ്യില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ എന്താ ഉഷാറ്. അപ്പൊ ചിരിക്കണോ കളിക്കണേ ഒരു കുഴപ്പമില്ല. ഇതിപ്പോ എന്തെന്നാ പറയാ, ഒക്കെ ഇന്റെ തലയിലല്ലേ. ഇക്കെന്താ ഇവിടെ പണി? ഒരു പണിയില്ല. ഇതിന് വേറെ പുറത്ത് പോയിട്ട് വല്ല പണിക്കും പോവുക. വൈകുന്നേരം ആകുമ്പോ 10 ഉറുപ്പികയിലും കിട്ടല്ലോ. ഇതിപ്പോ എന്താണ് കാര്യം? വീട്ടിൽ പണിയെടുക്കുന്നവർക്ക് ഒരു വിലയില്ല. വീട്ടിലത്തെ പണിയോ ആരും കാണൂല്ല. എന്ത് ചെയ്താലും കുറ്റമുള്ളൂ. ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ കടക്ക ഉറങ്ങുക ഇതന്നെ. കഴിക്കാൻ നേരം നീച്ചു വന്നാൽ മതിയല്ലോ. മക്കളെ കാര്യം കൂടെ നോക്കാൻ വയ്യാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേറുള്ളവർ എന്താ ചെയ്യുന്നത് ആരും കാണുന്നുണ്ട് അവിടെ? അമ്മ ഉണ്ടല്ലോ. അമ്മപ്പോ എന്റെ മകനെ ഈ പോത്തുകൾക്കെങ്കിലും ലേശം പുല്ലരിഞ്ഞിട്ട് കൊടുത്തൂടെ? ഈ പോത്തുകൾക്ക് പിന്നെ നോക്കാനും കൂടി എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ ഓരോ ഉപകാരവും ഇല്ല. ഇത് കിടന്നുറങ്ങാന്നല്ലാതെ എന്തൊരു വിചാരം അത്. വീട്ടിൽ നാക്കാലോടാണെന്നുണ്ടെങ്കിൽ ഐറ്റിങ്ങളെന്നെങ്കിൽ ഒന്ന് നോക്കി നോക്കും ഈ പുല്ലിട്ട് കൊടുക്കണ ആളേനെ. ഇത് അതുപോലെ എന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല. ഈ രണ്ടൊന്ന് പുല്ലരിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐറ്റിന്റെ വിശപ്പെങ്കിലും മാറും. ഇത് രാവുമ്പോൾ അവരും കടന്നുറങ്ങാനായിട്ട് മെനക്കെട്ടാ പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇത് കടന്നുറങ്ങൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സഹായം ചെയ്തൂടെ? ഇത് അതൊന്നുമില്ല. നിന്റെ കാലം കഴിഞ്ഞാലും വേണ്ട നിങ്ങൾക്കൊക്കെ ജീവിക്കുക. ഇതിപ്പോ ആര് കൊടുന്നേരിട്ട് ഞങ്ങള് കണ്ടിരുന്നത്? എന്നെ കൊണ്ടാവില്ല അതിനൊന്നും. ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളി. അതേ പറ്റി പറയാനുള്ളൂ. എന്താ അത് കഥ? പാടത്തും പോകണം, പള്ളിയെല്ലാം പോകണം, പുല്ലരിയും വേണം. ഒക്കെ ഇതന്നെ എന്നും ഇതന്നെ പണി. ഇതിനെ കൊണ്ട് കഴിയില്ല. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാലും വേണം നിങ്ങൾക്ക് ജീവിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പാട് നോക്കിക്കോളാം, ഞാൻ എൻ്റെ പാട് നോക്കിക്കോളും. അതെന്നൊക്കെ പറയാനുള്ളൂ. വേണ്ട, ഇച്ചിരി സമാധാനം കിട്ടണമെങ്കിലേ ഇവിടെ തന്നെ കടക്കാം. അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ കടക്കണ സുഖന്നേ അവിടെ പോയാൽ കിട്ടൂല. അയ്യോ